തുണിയും കുപ്പായും എടുത്തോ? ഓരോ കുടുംബനാഥരും പരസ്പരം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അധികവും ഇങ്ങനെയായിരിക്കും. കെട്ടിയോക്കും കുട്ടിയേക്കും പിന്നെ പൊരക്കാർക്കും എടുത്തു. ഓൽക്കല്ലേ പെരുന്നാൾ. ഭൂലോകത്തിൽ ആണുങ്ങളായി പിറന്ന ഹതഭാഗ്യരുടെ ചരിത്രം കേട്ട് ഈ അണ്ടകടാഹത്തിലെ പെണ്ണൂസുകൾ എന്നോട് ഷണ്ട കൂടാൻ വരട്ടെ. 10 മാസം ചുമന്ന് പെറ്റുകൂടിയതിൻ്റെ കണക്ക് പറഞ്ഞ് ഞെട്ടിക്കുകയും വേണ്ട. പ്രിയപ്പെട്ട പെണ്ണൂസുകളെ, സന്താനങ്ങളെ, നേരം വെളുക്കും മുമ്പ് പണിക്കിറങ്ങിയതാ ഞങ്ങൾ. വിയർത്തൊലിച്ച് കയറി വരുമ്പോൾ ഇളിച്ചു ചിരിച്ച് സേവ കൂടാൻ വരുന്നത് നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും പരാതിയില്ല, പരിഭവമില്ല. പെരുന്നാളില്ല, ഓണമില്ല. ഈ നെട്ടോട്ടം ഓടുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. കുടുംബത്തിൻ്റെ ചിരി, സന്തോഷം, അത് കാണുന്നത് തന്നെയാ ഈ ആണുങ്ങളുടെ സമാധാനം. ഒരു ഞായറാഴ്ച ഒരല്പനേരം ഒന്ന് ഉറങ്ങിയാൽ ഉടനെ നിങ്ങളുടെ ഒരു ചോദ്യമുണ്ടല്ലോ, ഇങ്ങക്ക് ഉറങ്ങല്ലാതെ വേറെ ഒരു പണിയില്ലെന്ന്. മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. അന്ന് ഞങ്ങളിൽപ്പെട്ട ഒരു ബുദ്ധൂസ് നിങ്ങളോട് ചോദിച്ചില്ലേ, അല്ല വെമ്പറന്നോളെ, അനക്കെന്താ ഈ വീട്ടിൽ പണിയെന്ന്? അതിൻ്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടാ വയറ് നിറച്ച് വേദന സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് നിങ്ങളാണേലും അന്നു മുതൽ ഈ ഭൂലോക ആണൂസുകളുടെ തല പെരുക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എടുത്തു തരാൻ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ഹൃദയവേദനയുടെ ആഴത്തിന് സമമാവുകയില്ല പെണ്ണൂസുകളെ നിങ്ങളുടെ ഒരു പ്രസവ വേദനയും. ഒരു ദിനം പണിയില്ലാതായാൽ, പണിയെടുത്തതിൻ്റെ കൂലി ഒരല്പം വൈകിയാൽ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന ആ വരവുണ്ടല്ലോ, അതിനോളം വരില്ല മറ്റൊന്നും. ആയതിനാൽ ഈ അണ്ടകടാഹത്തിലെ ആകെലോക പെണ്ണൂസുകളോടും ഈ ഭൂലോകത്തിലെ ആൺവർഗത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരഭ്യർത്ഥന, ഞങ്ങൾക്ക് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ചോളൂ. കാരണം ഞങ്ങളുടെ ഓട്ടം നിങ്ങളുടെ കണ്ണുകൾ നിറയാതിരിക്കാനാണ്, കാലുകൾ ഇടറാതിരിക്കാനാണ്, കൽബ് പതറാതിരിക്കാനാണ്. ഞങ്ങൾ കൊണ്ട വെയിലാണ് ഇന്ന് നിങ്ങൾ വിശ്രമിക്കുന്ന തണൽ. രചന നാണിപ്പ അരിപ്ര. അവതരണം മജീദ് കൂളിമാട്.